ഇതിന്റെ ഞാൻ ഈ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതിനകത്ത് ക്ലാസിക് എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നതല്ല, ഈ അർജുന്റെ ഭാര്യയുടെ അഭിനയം എന്ന് കണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിനിടെ. അവരെന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോ ഉള്ളിലെ ആഹ്ലാദം പുറത്തേക്ക് വന്നു. അവര് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തു, അയ്യോ ഈ സീനിന്റെ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന വിരഹമാണല്ലോ, ഞാനപ്പോ അത് ചിരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവര് മുഖം മറിച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഈ കുടുംബക്കാരുടെ തട്ടിപ്പറിയാം. അവർക്ക് ഈ മരിച്ചുപോയി പയ്യനോട് ഇന്ന് ഇത്രയേറെ നന്ദി കേട്. ആ ആത്മാവിന് ശാന്തി കിട്ടുക എന്നതാണ് ഏത് മതവിശ്വാസത്തിൻ്റെ പേരിലായാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ആത്മാവിന് ശാന്തി ലഭിക്കുക? നോക്കണം, ആ ചിത കത്തിയെരിഞ്ഞ് അമർന്നിട്ടില്ല. അപ്പോഴേക്കുമാണ് ആ കുടുംബത്തെ കൊണ്ടുവന്ന് സംഘികളുടെ കൈകളിൽ വിളയാടിക്കൊണ്ട് ആ അർജുനൻ്റെ ഭാര്യ, സഹോദരി, ആ അമ്മക്ക് സാധാരണ രീതിയിൽ ഒരമ്മ, മനാഫിൻ്റെ ഉമ്മയെപ്പോലെയുള്ള ഒരു അമ്മയാണത്. ആ അമ്മ പറയേണ്ടത് നല്ല ഉപദേശമാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. മക്കളെ, നമ്മളുടെ മകൻ അർജുനൻ ഉണ്ടായത് യഥാർത്ഥത്തിൽ ആ അർജുനൻ്റെ സഹോദരനാണ് മനാഫ്. ആ മനാഫ് എന്ന മുതലാളിയുടെ കഞ്ഞി കുടിച്ചാണ് നമ്മൾ കഴിഞ്ഞു വന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ മനാഫിനെ വേദനിപ്പിക്കരുത് എന്ന് പറയാനല്ല. സാധാരണ അമ്മയുടെ ഉപദേശം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ അമ്മ പ്രായമുള്ള സ്ത്രീയാണ്. അമ്മക്ക് ആ കുടുംബങ്ങളുമായിട്ട് ധാരാളം അനുഭവങ്ങളുണ്ട്. എന്നിട്ട് പോലും ആ അമ്മ ഈ സംഘികളുടെ കൈകളിൽ കിടന്ന് കടിക്കുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടത്. ആലോചിച്ച് നോക്കുക, ആ അളിയൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ അളിയൻ ആരാണ് യഥാർത്ഥത്തിൽ? ആ അളിയൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് TG മോഹൻദാസ് എന്ന് പറയുന്ന സംഘിയുടേതാണ്. ഇത്രയേറെ മുസ്ലിം വിരോധിയായ, ഒരു തലയില്ലാത്ത, ഒരു നരാധവനായ അയാളുടെ പ്രൊഫൈലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അളിയൻ തൻ്റെ ഫേസ്ബുക്കിൽ പ്രൊഫൈലായി വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സംഘി കുടുംബമാണ് യഥാർത്ഥത്തിൽ ഈ അളിയൻ്റേത്. മാത്രമല്ല, ഇതിന് മുമ്പൊക്കെ ഈ അളിയൻ എവിടെയായിരുന്നു? യഥാർത്ഥത്തിൽ 75,000 ഉറുപ്പ്യ പ്രതിമാസം കൊടുത്തുകൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ മനാഫ്. നോക്കണം, മനാഫിന് യഥാർത്ഥത്തിൽ ഈ അർജുനൻ യഥാർത്ഥത്തിൽ ഒരു ഓണർ മാത്രമല്ല, അതോടൊപ്പം തന്നെ അർജുനനും മനാഫും, മനാഫിന് അർജുനനും കൂടപ്പിറപ്പുകളാണ്. ഇതൊക്കെ അറിയാവുന്ന അമ്മക്ക് പല ഉപദേശങ്ങളും കൊടുക്കാമായിരുന്നു ഈ മരുമകനോട്. മറിച്ച് ഈ സംഘികളുടെ ഒത്താശയോടുകൂടെ, ഈ സംഘികളുടെ നിർദ്ദേശപ്രകാരം ആ അമ്മയും ആ മകളും മരുമകളും അളിയനും മരുമകനും ഒക്കെ ഒന്നിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തുന്നു. ഒരു ലജ്ജയുമില്ലാതെ. ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. എന്താണ് പ്രധാനമായും അതിൽ മനാഫിൻ്റെ കുഴപ്പമായിട്ട് പറയുന്നത്? ഒന്ന്, ഫണ്ട് പിരിച്ചു എന്നതാണ്. വെറുതെ പറയുകയാണ്, ഒരിക്കലും ഫണ്ട് പിരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാനാഞ്ചിറ മൈതാനത്ത് കൊണ്ടുവന്ന് നിർത്തി വെടിവെച്ച് എന്നെ കൊല്ലൂ എന്ന് മനാഫ് ഇത്രയേറെ പറയുന്നത് അത് ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് അങ്ങനെ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ട്രക്കിന് അർജുൻ എന്ന് പേരിട്ടു എന്നതാണ് മറ്റൊരു അപാകത. നല്ലതല്ലേ അത്? യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവർ, തൻ്റെ വിശ്വസ്തനായ ആ ഡ്രൈവറുടെ പേരിലാണ് യഥാർത്ഥത്തിൽ ട്രക്കിൻ്റെ പേര് പോലും. അതുപോലും ഒരു പിഴവായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അർജുനന്റെ കുടുംബം അഥവാ ഈ അളിയൻ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണം. പിന്നെ മാത്രമല്ല, മാധ്യമങ്ങളെ കാണുന്നു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങേയറ്റം പ്രയാസത്തിലിരിക്കുമ്പോൾ പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെ കാണുകയും അത് ടെലികാസ്റ്റ് ചെയ്ത് ലോകത്ത് എത്തിച്ചതിൻ്റെയും ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ അർജുനന് ഈ ട്രെഡ്ജർ വഴി ഒരു തെരച്ചിൽ മുതൽ എല്ലാ ബന്ധപ്പെടലും നടന്നത്, ലോകം മുഴുവനും അത് അറിഞ്ഞത്. അതും ഒരു കുറ്റമായിട്ടാണ് ഇപ്പോൾ അവർ എടുത്തു പറയുന്നത്. നാലാമത്തെ കുറ്റം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നാണ്. കാരണം കേവലം ഒരു 10,000-ൽ താഴെ ഉള്ള സബ്സ്ക്രൈബറുമായിട്ട് തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1 ലക്ഷത്തിലേറെയായി. അത് ഞങ്ങളുടെ അർജുനന്റെ ആ പേരിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചെറിയ എന്ത് കടങ്കഥ പോലും ഇതിന് എന്ത് മറുപടിയാണ് നമ്മൾക്കിതിന് കൊടുക്കാൻ കഴിയുക? മാത്രമല്ല, എന്തെങ്കിലും ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു ആളാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ മനാഫിന്റെ കുടുംബം ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് പിന്നീട് പറയുന്നത് വീഡിയോ നിർത്താൻ ഞങ്ങൾ മെസ്സേജ് അയച്ചു എന്നാണ്. അതായത് എന്തിനാ വീഡിയോ നിർത്തി? വീഡിയോ മനാഫ് സ്വാഭാവികമായിട്ടും അർജുനനെ കിട്ടിയതോടുകൂടെ തന്നെ വീഡിയോ നിർത്തി കഴിഞ്ഞതാണ്. മാത്രമല്ല, വീഡിയോ തുടങ്ങിയത് പോലും യഥാർത്ഥത്തിൽ ഈ അർജുനന്റെ പ്രശ്നങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് ലോകത്തെത്തിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മനാഫ് ഒരു വീഡിയോ പോലും തുടങ്ങിയത്.
ഇങ്ങനെയുള്ള ആത്മാർത്ഥത പ്രവൃത്തി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ആത്മാർത്ഥമായ ഒരു 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 മുതലാളിയെ ലോകത്ത് ആർക്കാണ് ലഭിക്കുക? എന്നിട്ടാണ് യഥാർത്ഥത്തിൽ ആ ആത്മാർത്ഥതക്ക് മാർക്കിടുന്നു, വിലയിടുന്നു ഈ സംഘികൾ. ആലോചിച്ച് നോക്ക്. അത് അമർന്നിട്ടില്ല യഥാർത്ഥത്തിൽ ചിത. അതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിന് ഇത്രയേറെ നന്ദികേട് കാണിക്കാൻ എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിന് കഴിഞ്ഞത്? യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇതിൽ സംഘികളുടെ ഈ ഇടപെടൽ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഏറ്റവും മനസാക്ഷിക്ക് വിരുദ്ധമായി ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഘികൾക്ക് മാത്രമേ ലോകത്ത് കഴിയുകയുള്ളൂ. അവർ ഓരോ കാര്യത്തിലും സംഘികൾ അവരുടെ മനസാക്ഷി വിരുദ്ധത അഥവാ ആദ്യം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ VK ബൈജു, അതുപോലെ തന്നെ കാവിപ്പട എന്ന് പറയുന്ന ചാനൽ, അതുപോലെ തന്നെ ജനൻ TVക്ക് ഇതൊരു ആഘോഷമാണ്. മനാഫ് മുസ്ലിമാണ്, അതാണ് മനാഫ് അല്ല പ്രശ്നം, മനാഫിന്റെ മതമാണ് പ്രശ്നം. അതാണ് യഥാർത്ഥത്തിൽ ഇവര് ഈ പ്രവർത്തനത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ലോകത്ത് വളർന്നു വരുന്ന ഈ ഇസ്ലാമോഫോബിയ ഇത് ശക്തിമത്തായിട്ട് നിലനിർത്തുക എന്നതിന് പിന്നിൽ അതിശക്തമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. അതാണ് VK ബൈജുവിന്റെ ആ ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. പക്ഷെ എന്തു തന്നെ ആയാലും ഇപ്പോൾ ഇവരുടെ ഉദ്ദേശശുദ്ധി മുഴുവൻ ലോകത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായി മാറി? ഇനി തികച്ചും കരിവേപ്പിലയായി മാറുകയാണ് ആ കുടുംബം തന്നെ. ആലോചിച്ച് നോക്കൂ. അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.